വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. ലവ് ഇൻ ഗോവ NIT ലവ് സ്റ്റോറി ഭാഗം 25. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. ശങ്കരമംഗലം തറവാട്ടിൽ അന്നേ ദിവസം ആരെയോ പ്രതീക്ഷിച്ച യദുകൃഷ്ണൻ പൂമുഖത്ത് നിൽക്കുകയായിരുന്നു. അവര് പോയിട്ട് കുറെ നേരം ആയല്ലോ, ഇനി മാഷിനെ കാണാൻ പറ്റിയില്ലായിരിക്കുമോ? അകത്തു നിന്നും പൂമുഖത്തേക്ക് വന്ന വേദികയുടെ ചോദ്യം കേട്ട് യദുകൃഷ്ണൻ തിരിഞ്ഞു നോക്കി. ഏയ്, മാഷിനെയും കൂട്ടി അവർ അവിടെ നിന്നും പുറപ്പെട്ടുവെന്ന് പറഞ്ഞ് വാസുവണ്ണം വിളിച്ചിരുന്നു. ദേവയുടെ കാര്യം എന്തായി? സന്നു വിളിച്ചോ? യദുവിന്റെ കസേരയുടെ അടുത്തേക്ക് ചെന്നിട്ട് വേദിക ചോദിച്ചു. വിളിച്ചിരുന്നു. യദുവിന്റെ മുഖം ഗൗരവപൂർണമായി. എന്താ കുട്ടി പറഞ്ഞത്? അവരാരുഷിനെ കണ്ടുപിടിച്ചത്രേ. ആണോ? എന്റെ കുട്ടിക്ക് അവനോട് അത്ര താല്പര്യമുണ്ട്, അതങ്ങ് നടത്തി കൊടുത്തൂടെ? അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു നിമിത്തം ഉണ്ടാകുമെന്നല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. അവന് അന്വേഷിച്ചു പോകുമെന്ന് അവൾ പറഞ്ഞപ്പോ ഞാൻ തടയാതിരുന്നത് അതുകൊണ്ടാ. എന്തായാലും രാമേന്ദ്ര മാഷ് വരട്ടെ. അദ്ദേഹത്തിന് അറിയാത്ത ഭാഷകളില്ല. ആരുഷിന്റെ കൂടെ കിട്ടിയ കത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് ഒരു പക്ഷെ വായിക്കാൻ പറ്റിയേക്കും. കുട്ടികള് ഇപ്പൊ എവിടെയാ ഉള്ളേ? യദുകൃഷ്ണൻ പറഞ്ഞത് കൂടുതൽ ശ്രദ്ധിക്കാതെ വേദിക വീണ്ടും ഗംഗയും സനുവിനെയും പറ്റി ചോദിച്ചു. ഗുജറാത്തിലെ ഒരു ഭുജംഗ നാഗക്ഷേത്രമുണ്ട്, അവിടെയാ ഇപ്പൊ ഉള്ളത്. നാഗക്ഷേത്രം? അവിടെ അവരെന്ത് ചെയ്യുക? വേദിക അത്ഭുതപ്പെട്ടു. അതവൻ പറഞ്ഞില്ല. ഇന്നലെ രാത്രി അവിടെ എത്തിയതിനു ശേഷം വിളിച്ചതാ. പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞു, പക്ഷേ ഇതുവരെ വിളിച്ചിട്ടില്ല. എങ്കിൽ പിന്നെ അങ്ങോട്ടൊന്ന് വിളിച്ചൂടെ? വിളിക്കാം. എന്തായാലും മാഷ് വരട്ടെ. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ മാഷിനെ വിളിച്ചുകൊണ്ടുവരാൻ പോയ ബൊലേറോ തറവാടിന്റെ മുറ്റത്തേക്കെത്തി. ഡോർ തുറന്ന് ആദ്യം പുറത്തേക്ക് ഇറങ്ങിയത് വാസുവാശാനായിരുന്നു. അദ്ദേഹം തുറന്നു പിടിച്ച പുറകിലെ ഡോറിൽ കൂടി രാമചന്ദ്രൻ മാഷ് തന്റെ ഊന്നുവടിയുടെ സഹായത്തോടെ പുറത്തേക്കിറങ്ങി. പ്രായാധിക്യം മൂലം നടക്കുമ്പോൾ ചെറിയ വിറയലുള്ളതുകൊണ്ട് പൂമുഖത്തേക്ക് കയറുവാൻ വാസുവാശാൻ അദ്ദേഹത്തെ സഹായിച്ചു. കസേരയിൽ നിന്നും എഴുന്നേറ്റ യദുകൃഷ്ണൻ അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് വന്ദിച്ചു. മുത്തച്ഛൻ മരിച്ചതിന് ശേഷം ഇപ്പോഴാണ് മാഷ് ഇങ്ങോട്ട് വരുന്നത്. അദ്ദേഹത്തെ കസേരയിലേക്ക് ഇരിക്കാൻ സഹായിച്ചുകൊണ്ട് യദുകൃഷ്ണൻ പറഞ്ഞു. വയ്യാത്തത് കൊണ്ട് ഇപ്പോ എങ്ങോട്ടും പോകാറില്ല. ഇത് പിന്നെ ദേവമോളെയും കൂടി സംബന്ധിക്കുന്ന കാര്യമാണെന്ന് വാസുപണിക്കര് പറഞ്ഞതുകൊണ്ട് വന്നു എന്നേ ഉള്ളൂ. പൂമുഖത്തെ അരമതിലിൽ ചാരി നിൽക്കുകയായിരുന്ന വാസുവാശാനെ നോക്കിക്കൊണ്ട് മാഷു പറഞ്ഞു. അങ്ങോട്ട് വരണമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടെ നിലവറയിലിരിക്കുന്ന പെട്ടിയുടെ മുകളിൽ എഴുതിയിരിക്കുന്ന അതേ ഭാഷ തന്നെയാണ് ഞാൻ മാഷിനോട് പറഞ്ഞ ആ കത്തിലും കാണുന്നത്. പണ്ടെങ്ങോ ഏതോ സന്യാസി കൊണ്ടുവന്ന് കൊടുത്തതെന്ന് പറയുന്ന ആ പെട്ടിയുടെ മുകളിൽ എഴുതിയിരിക്കുന്നത് ഏത് ഭാഷയാണെന്ന് മുത്തച്ഛനോട് പറഞ്ഞത് മാഷാണെന്ന് അറിയാവുന്നത് കൊണ്ട് മാഷിനെ ഇങ്ങോട്ട് തന്നെ വിളിപ്പിച്ചത്. അതും ഈ എഴുത്തും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിലോ എന്നൊരു സംശയം. എവിടെയാ എഴുത്ത്? അദ്ദേഹം എഴുത്തിന് വേണ്ടി കൈനീട്ടി. ആ കത്തിന്റെ ഫോട്ടോ എടുത്തിട്ട് യഥാർത്ഥ കത്ത് ഞാൻ ആ പയ്യന്റെ അമ്മയെ തിരികെ ഏൽപ്പിച്ചിരുന്നു. ഇത് അതിന്റെ ഒരു കോപ്പിയാണ്. യദുകൃഷ്ണൻ പോക്കറ്റിൽ നിന്നും ആ കോപ്പി എടുത്ത് അദ്ദേഹത്തിന് നേർക്ക് നീട്ടി. ഇത് ആ ഭാഷ തന്നെയാണ്. പണ്ട് ഗുജറാത്തിൽ ഉപയോഗിച്ചിരുന്ന ഗുർജർ അപഭ്രംശം എന്ന പ്രാചീന ഗുജറാത്തി ഭാഷ. പക്ഷെ ആ പെട്ടിയിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഇതിലെയും വാചകങ്ങൾ പൂർണ്ണമല്ല. ഓരോ വാക്കുകളുടെ ഇടയിലും ചില വാക്കുകൾ ഇല്ലാത്തതുപോലെ. ആ കത്ത് അല്പനേരം സൂക്ഷിച്ചു നോക്കിയിട്ട് തലയാട്ടിക്കൊണ്ട് രാമചന്ദ്രൻ മാഷ് പറഞ്ഞു. നമുക്ക് നിലവറയിലിരിക്കുന്ന ആ പെട്ടിയുടെ മുകളിലെ എഴുത്ത് ഒന്നുകൂടി കാണുവാൻ സാധിക്കൂ. അന്ന് തന്റെ മുത്തച്ഛൻ അത് പകർത്തിയാണ് എന്നെ കാണിച്ചത്. അദ്ദേഹം യദുവിനോട് ചോദിച്ചു. ആ പകർത്തെഴുത്ത് ഇപ്പോഴും എന്റെ കൈവശമുണ്ട്, ഞാൻ അതെടുത്തുകൊണ്ട് വരാം. യദുകൃഷ്ണൻ അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. ദേവമോള് ഇപ്പോ ഗോവയിലല്ലേ ജോലി ചെയ്യുന്നത്? യദു അകത്തേക്ക് പോകുന്നത് നോക്കി നിന്ന വേദികയോട് മാഷ് ചോദിച്ചു. അതെ മാഷേ. ഈ ആരുഷ് എന്ന് പറയുന്ന പയ്യനും അവിടെ തന്നെയാണല്ലേ ജോലി? അതെ. അവൻ എന്റെ ശിഷ്യനാ, നല്ല പയ്യൻ. വാസുവാശാൻ പറഞ്ഞത് കേട്ട് മാഷ് അദ്ദേഹത്തെ നോക്കി. ഏതായാലും ആ പെട്ടിയിൽ എഴുതിയിരിക്കുന്നതും കൂടെ ചേർത്ത് വെച്ച് നമുക്കൊന്ന് നോക്കാം.
രാമചന്ദ്രൻ മാഷ് അവരിരുവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. യദുകൃഷ്ണൻ അകത്തു നിന്നും മറ്റൊരു കടലാസ് എടുത്തുകൊണ്ടുവന്ന് രാമചന്ദ്രൻ മാഷിന്റെ കയ്യിലേക്ക് കൊടുത്തു. ആ 2 എഴുത്തുകളും കൂട്ടിവെച്ച് വായിച്ചു നോക്കിയ അദ്ദേഹത്തിന്റെ മുഖമൊന്ന് തെളിഞ്ഞു. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ. ഇത് രണ്ടിലും എഴുതിയിരിക്കുന്ന വാക്കുകൾ പരസ്പരം ഇടകലർത്തിയാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ആ 2 എഴുത്തുകളും ഒരിക്കൽ കൂടി ഒന്ന് നോക്കിയിട്ട് അവരോട് പറഞ്ഞു. എന്നുവെച്ചാൽ? അദ്ദേഹം പറഞ്ഞത് ശരിക്കും മനസ്സിലാകാതെ യദുകൃഷ്ണൻ ചോദിച്ചു. അതായത് ആദ്യത്തെ ഒരു വാചകം എടുത്താൽ അതിൽ ആദ്യത്തെ വാക്ക് ആ പയ്യന്റെ കയ്യിൽ നിന്ന് കിട്ടിയ കത്തിലും രണ്ടാമത്തെ വാക്ക് ഇവിടത്തെ പെട്ടിയുടെ മുകളിൽ നിന്ന് പകർത്തി എഴുതിയ എഴുത്തിലുമാണുള്ളത്. അങ്ങനെ ഒന്നിടവിട്ടാണ് വാക്കുകൾ 2 കത്തിലുമായിട്ട് എഴുതി വാചകങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒരു പേനയും പേപ്പറും തന്നാൽ ഞാൻ ഈ എഴുതിയിരിക്കുന്നത് മലയാളത്തിലേക്ക് മാറ്റി യഥാർത്ഥ വാചകങ്ങളാക്കി എഴുതി കാണിച്ചു തരാം. വേദി, നീ അകത്ത് പോയിട്ടേ ഒരു പേനയും പേപ്പറും എടുത്തുകൊണ്ട് വന്നേ. യദുകൃഷ്ണൻ പറഞ്ഞത് കേട്ട് വേദിക അകത്തേക്ക് പോയി. രാമചന്ദ്രൻ മാഷ് ആ 2 കടലാസുകളും ഒരിക്കൽ കൂടി ഒന്ന് ഒത്തു നോക്കി. ദാ മാഷെ പേനയും പേപ്പറും. അകത്തു നിന്നും വന്ന് വേദിക പറഞ്ഞത് കേട്ട് തല ഉയർത്തി നോക്കിയ മാഷ് അവർ നീട്ടിയ പേനയും പേപ്പറും വാങ്ങിച്ച് എഴുതാൻ തുടങ്ങി. അദ്ദേഹം എഴുതുന്നത് എന്താണെന്നറിയാനുള്ള ആകാംക്ഷയോടെ അവർ 3 പേരും അദ്ദേഹത്തെ നോക്കി നിന്നു. രാമചന്ദ്രൻ മാഷ് ആ 2 കത്തുകളിലെയും വാക്കുകൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് കൂട്ടിച്ചേർത്ത് വാചകങ്ങളാക്കി മാറ്റിയിട്ട് അത് യദുകൃഷ്ണന് നേർക്ക് നീട്ടി. വേദികയുടെയും വാസുവാസന്റെയും മുന്നിൽ വെച്ച് യദുകൃഷ്ണൻ അതിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു. ഭുജംഗദാത എന്നറിയപ്പെടുന്ന ഭുജംഗനാഗത്തിന്റെ പുനർജന്മമായി നാഗപഞ്ചമി നാളിൽ ഭൂജാതനായ ഭുജംഗൻ എന്ന ഇവൻ മുജ്ജന്മത്തിൽ തന്റെ പ്രിയ പത്നിയും ആത്മാംശവുമായിരുന്ന ദേവാംഗിയുടെ പുനർജന്മമായി നാഗപഞ്ചമി നാളിൽ തന്നെ ഭൂജാതയായ കന്യകയുടെ കൂടെ ചേരുന്ന മുഹൂർത്ത ശേഷം ശേഷനാഗത്താൽ ഇഷ്ടദാനം നൽകപ്പെട്ട നാഗമാണിക്യം ഈ എഴുത്തിലെ രഹസ്യരേഖയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നിടത്തു നിന്നും വീണ്ടെടുത്ത് സ്വശരീരത്താൽ ആകിരണം ചെയ്യപ്പെട്ട് അമാനുഷികനാകും നേരം ഈ ചന്ദനപ്പേടകത്തിലെ നാഗമാണിക്യവും നാഗകന്യകയായ ദേവാംഗിയുടെ ശരീരത്തിലേക്ക് ലയിച്ചു ചേരും. എന്നിരുന്നാലും അജയനാകുന്ന ഭുജങ്കനെയും കാത്ത് ദിവ്യാസ്ത്ര രൂപത്തിൽ മരണദേവൻ ശിലകൾക്കിടയിൽ നിലകൊള്ളുന്നു. കത്ത് വായിച്ചു കഴിഞ്ഞിട്ട് അവർ 3 പേരും രാമചന്ദ്രൻ മാഷിനെ നോക്കി. അതില് ഭുജങ്കൻ എന്ന് പറയുന്ന ആ നാഗരാജാവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ആരുഷിന്റെ ചെറുപ്പകാലത്ത് കിട്ടിയ കത്തിലും അദ്ദേഹത്തിന്റെ പത്നിയായിരുന്ന ദേവാംഗിയെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിലവറയിലിരിക്കുന്ന ആ പെട്ടിയുടെ മുകളിലുള്ള വാചകങ്ങളിലുമാണ്. അങ്ങനെ നോക്കുമ്പോൾ രാമചന്ദ്രൻ മാഷ് പറഞ്ഞു വന്നത് ഒന്ന് നിർത്തി. നോക്കുമ്പോ മാഷ് എന്താ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു വന്നത് എന്താണെന്നറിയാനുള്ള ആകാംക്ഷയോടെ യദുകൃഷ്ണൻ ചോദിച്ചു. ഈ ആരുഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ദേവഗംഗയുടെ മുജ്ജന്മത്തിലെ ഭർത്താവായിരുന്ന ഭുജങ്കന്റെ പുനർജന്മം തന്നെയായിരിക്കാം. അദ്ദേഹം പറഞ്ഞു നിർത്തി. പക്ഷെ ഒരു സംശയം എനിക്കുള്ളത്, ഇവിടെ ഇരിക്കുന്ന ആ പേടകം പണ്ടുകാലത്തെങ്ങോ ഏതോ സന്യാസി കൊണ്ടുവന്ന് തന്നതാണ് എന്നാണല്ലോ ഇവിടെ ഇരിക്കുന്ന താളിയോലകളിൽ എഴുതിയിരിക്കുന്നത്. അതെ, യദുകൃഷ്ണൻ രാമചന്ദ്രൻ മാഷ് പറഞ്ഞത് ശരിവെച്ചു. പക്ഷെ ആരുഷിന്റെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന കത്ത് സാധാരണ പഴയൊരു കടലാസിൽ എഴുതിയിരുന്നു എന്നാണല്ലോ യദുകൃഷ്ണൻ ഫോൺ ചെയ്തപ്പോ പറഞ്ഞത്. അതെ മാഷെ. അപ്പോ അതും ആരോ എവിടെയോ നിന്നോ പകർത്തി എഴുതിയതാകാം. ആ കത്തിന്റെയും യഥാർത്ഥ പകർപ്പ് പണ്ടുകാലത്തെങ്ങോ ആരോ എവിടെയോ എഴുതി വെച്ചതായിരിക്കും. മാത്രമല്ല ആ കത്തിലൊരു രഹസ്യരേഖ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ വല്ലതും അതിൽ കണ്ടായിരുന്നോ? ഇല്ല മാഷെ, അങ്ങനെയൊന്നും കണ്ടിരുന്നില്ല. എഴുതിയ വരികൾ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. അപ്പോ ആ കത്തിൽ എന്തോ രഹസ്യരേഖകൾ കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. അതൊരു പക്ഷേ പണ്ട് കാലത്ത് ചെയ്തിരുന്നത് പോലെ ഏതെങ്കിലും ഇൻവിസിബിൾ ഇങ്ക് കൊണ്ട് എഴുതിയിട്ടുണ്ടാകും. ആ കത്ത് കിട്ടിയാൽ നമുക്കൊന്ന് നോക്കാമായിരുന്നു. അതിപ്പോ ആ പയ്യന്റെ കയ്യിലുണ്ട്. ഞാൻ നമ്മുടെ സനുവിനെ വിളിച്ച് ഒന്ന് നോക്കാൻ പറയാം. അവനും ഇപ്പൊ അവരുടെ കൂടെ ഗുജറാത്തിൽ തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യും. രാമചന്ദ്രൻ മാഷ് അത് പറഞ്ഞു നിർത്തിയ ഉടനെ യദുകൃഷ്ണന്റെ ഫോൺ ശബ്ദിച്ചു. സ്ക്രീനിൽ തെളിഞ്ഞ സനു എന്ന പേര് കണ്ടതും യദുകൃഷ്ണൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു. സനു ഫോണിൽ കൂടി പറയുന്നതും കേട്ട് കസേരയിലിരിക്കുകയായിരുന്ന യദു പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നതും അവരെ എല്ലാവരെയും ഒന്ന് നോക്കിയതിനു ശേഷം വീണ്ടും ഫോണിലേക്ക് ശ്രദ്ധിക്കുന്നതും കണ്ട് കാര്യം എന്തെന്നറിയാതെ എല്ലാവരും യദുവിനെ തന്നെ നോക്കി. അല്പനേരം കൂടി ഫോണിൽ കൂടി സനു പറയുന്നതും കേട്ടുകൊണ്ട് നിന്ന യദു അവസാനം ഫോൺ കട്ട് ചെയ്ത് ഒരു ദീർഘനിശ്വാസത്തോടെ ടീപ്പോയിലേക്ക് ഇട്ടു. എന്താ യദു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവന്റെ അടുത്തേക്ക് ചെന്ന്
ഇരു തോളുകളിലും പിടിച്ചു കുലുക്കിക്കൊണ്ട് വേദിക ചോദിച്ചു. മാഷ് പറഞ്ഞതുപോലെ ആരുഷിന്റെ കയ്യിലുണ്ടായിരുന്ന കടലാസിലെ ഒരു ഭൂപടം ഉണ്ടായിരുന്നുവെന്ന്. ഗുജറാത്തിലെ ഒരു കോട്ടയുടെ അടിയിലുള്ള ഒരു തുരങ്കത്തിന്റെ രേഖ. അതും ഇൻവിസിബിൾ ഇങ്ക് കൊണ്ട് വരച്ചിരുന്നത്. ആ തുരങ്കത്തിൽ എവിടെയോ ഒരു നാഗമാണിക്യം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടത്രേ. അവർക്ക് ഇതൊക്കെ എങ്ങനെയാ മനസ്സിലായേ? വേദിക യദുവിനോട് ചോദിച്ചു. അവിടെ അമ്പലത്തിൽ വെച്ച് അവർ ആരുഷിന്റെ കുടുംബത്തിലെ ഒരു ആയയെ കണ്ടുവെന്നാ പറഞ്ഞത്. ആരുഷിന്റെയും ദേവയുടെയും വരവും കാത്ത് ആ കോട്ടയിലെ അമ്പലത്തിലെ വർഷങ്ങളായി താമസിക്കുന്ന ഒരു സ്ത്രീ. ആയയോ? വേദിക അത്ഭുതത്തോടെ കണ്ണുമിഴിച്ചു. അതേ വേദി. പക്ഷേ അതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രശ്നം. പിന്നെ? അവരിന്ന് രാത്രി ആ തുരങ്കത്തിലേക്ക് ഇറങ്ങുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈശ്വര! വേദിക നെഞ്ചത്തെ കൈവച്ചുപോയി. മാഷ് പകർത്തി എഴുതിയിരിക്കുന്ന ഈ കത്തില് പറഞ്ഞിരിക്കുന്നത് ശരിയാന്നേ. അവൻ ആ നാഗമാണിക്യം കണ്ടുപിടിച്ചാ പിന്നെ അവന്റെ മരണം സംഭവിക്കില്ലേ? അതിനു മുന്നേ ആരുഷും ദേവയും ഒന്നാകണ്ടേ? അവർ വിവാഹിതരാകണം എന്നല്ലേ അതിനർത്ഥം? ഒറ്റ ശ്വാസത്തിൽ വേദിക ചോദിച്ചത് കേട്ട് യദു അവളെ നോക്കി തലയാട്ടി. അപ്പോ പിന്നെ എന്തിനാ പേടിക്കുന്നേ? അവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ. വേദിക ആശ്വാസത്തോടെ ഒന്ന് നിശ്വസിച്ചു. അവരുടെ വിവാഹം കഴിഞ്ഞു വേദി. പ്രതീക്ഷിക്കാതെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന്റെ വിഷമത്തോടെ കസേരയിലേക്ക് ഇരുന്നിട്ട് യദു നെടുവീർപ്പിട്ടു. എന്ത്? എന്താ ഇത് ഈ പറയുന്നേ? എന്റെ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞെന്നോ? അത് ഞാൻ അറിയാതെ? അതെ വേദി, നമ്മുടെ ദേവയുടെ വിവാഹം കഴിഞ്ഞെന്ന്. ആ തുരങ്കത്തിലേക്ക് അവനോടൊപ്പം കയറണമെങ്കിലേ വിവാഹം കഴിഞ്ഞിരിക്കണമെന്ന് ആ സ്ത്രീ പറഞ്ഞപ്പോ അവൾ തന്നെയാണ് അമ്പലത്തിന് മുന്നിൽ കെട്ടിയിരുന്ന മാലയെടുത്ത് ആരുഷിനെ അണിയിച്ചത്. എന്റെ ദൈവമേ, എന്റെ കുട്ടിയുടെ കാര്യം ഇനി എന്താവൂ? എനിക്ക് വയ്യ. ആ എഴുത്തോലകളിൽ എഴുതിയിരിക്കുന്നത് പോലെ കാര്യങ്ങൾ ഓരോന്നായി സംഭവിക്കുകയാണല്ലോ യദു. വേദിക തളർച്ചയോടെ യദുവിന്റെ അടുത്തുള്ള കസേരയിലേക്ക് ഇരുന്നു. നീ പേടിക്കാതിരിക്കേ, ഞാൻ എന്തായാലും അവരുടെ പുറകെ പോയിരിക്കുന്ന നമ്മുടെ ആളുകളെ ഒന്ന് വിളിക്കട്ടെ. അതിനു മുന്നേ ആ സനുവിനെ വിളിച്ച് ആ തുരങ്കത്തിലേക്ക് ഇറങ്ങുന്നതിൽ നിന്നും അവർ എങ്ങനെയെങ്കിലും തടയാൻ പറയും. നീ സമാധാനിരിക്കേ, ഞാൻ പറയാം. ഫോൺ എടുത്തുകൊണ്ട് യദുകൃഷ്ണൻ പറഞ്ഞു. ധൈര്യമായിരിക്കൂ. സർവശക്തനായ സാക്ഷാൽ മഹാദേവൻ അറിയാതെ ഒരു കാര്യങ്ങളും സംഭവിക്കില്ല. പ്രാർത്ഥിക്കുക, അതേ നമുക്ക് ചെയ്യാനുള്ളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ യദു. രാമചന്ദ്രൻ മാഷ് കസേരയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ജപ്പാനിലെ ഹോൺഷു ഐലൻഡിലെ ക്വാട്ടോ എന്ന നഗരത്തിൽ മനോഹാരിതയ്ക്കൊപ്പം ഇരുണ്ട മൂലകളെന്ന് വിശേഷിപ്പിക്കുന്ന ചില സ്ഥലങ്ങളിൽ ബ്ലാക്ക് മാജിക്കിനും പാരാനോർമൽ പ്രവർത്തനങ്ങൾക്കും പേരുകേട്ട പല അമ്പലങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ നഗരത്തിലെ അതുപോലൊരു ഇരുണ്ട മൂലയിലെ ജിഷു ജംഗ എന്ന അമ്പലത്തിൽ കിമോണ ധരിച്ച സുന്ദരിയായ ഒരു യുവതി തല കുനിച്ച് കയ്യിലിരിക്കുന്ന മണി ചെറുതായി മുഴക്കിക്കൊണ്ട് എന്തൊക്കെയോ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് പുറകിലായി കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച രണ്ടുപേർ കൈകളിൽ കത്തിച്ചു പിടിച്ച ചന്ദനത്തിരികളുമായി മന്ത്രിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അല്പനേരത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം അവർ കയ്യിലിരുന്ന ചന്ദനത്തിരികൾ ചുവന്ന വസ്ത്രം കൊണ്ട് അലങ്കരിച്ച ഒരു പ്രതിമയ്ക്ക് മുന്നിൽ കുത്തിവെച്ചതിനു ശേഷം പ്രാർത്ഥനയോടെ പുറകിലേക്ക് നടന്ന് കൈകൾ കൂപ്പി തല കുനിച്ച് ആ പ്രതിമയെ വന്ദിച്ചു. ഗുരുജി, ഇന്ന് രാത്രിയിൽ അത് നടക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ വ്യക്തി വെളുത്ത താടിയും മീശവുമുള്ള പ്രധാന പുരോഹിതനെന്ന് തോന്നിക്കുന്ന പ്രായമുള്ള മറ്റേ വ്യക്തിയോട് ചോദിച്ചു. അതെ സൈഷി, അവൻ ആ മാണിക്യവും വീണ്ടെടുത്ത് പുറത്തേക്ക് എത്തുമ്പോൾ അവനെ വധിച്ചത് സ്വന്തമാക്കുവാൻ തയ്യാറായി അവർ രണ്ടുപേരും അവിടെ ഉണ്ടാകും. പക്ഷേ ഗുരുജി, അതുകൊണ്ട് നമുക്കെന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? ആ മാണിക്യം എക്സോ പ്ലാനറ്റിൽ നിന്നും വന്നവർക്ക് നൽകേണ്ടി വരില്ലേ? തീർച്ചയായും. നീണ്ട തൂവെള്ളത്താടിയിൽ അലസമായൊന്ന് തടവിക്കൊണ്ട് ഗുരുജി പറഞ്ഞു. പിന്നെ എന്തിനു നമ്മൾ ആ മാണിക്യത്തിന് വേണ്ടി ഇത്ര കഷ്ടപ്പെടുന്നു? അത് കേട്ട ഗുരുജി തിരിഞ്ഞ് ആ പ്രായം കുറഞ്ഞ പുരോഹിതനെ നോക്കി ഒന്ന് ചിരിച്ചു. 1,60,000 പ്രകാശ വർഷങ്ങൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന ടെറാൻഡുല നെബുല എന്ന അതിശക്തമായ പ്രകാശമുള്ള നക്ഷത്രക്കൂട്ടങ്ങൾക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രഹമാണ് എക്സോ പ്ലാനറ്റ്. അവിടെ നിന്നുള്ളവർ ഒരിക്കൽ ശക്തരായ എൽസിനെ ആക്രമിച്ചു. അന്ന് അമാനുഷിക ശക്തികളായ 3 പേരുടെ സഹായത്തോടെ എൽസ് ആ അന്യഗ്രഹ ജീവികളെ പരാജയപ്പെടുത്തി. പക്ഷേ അന്ന് നടന്ന യുദ്ധത്തിൽ 2 കാര്യങ്ങൾ സംഭവിച്ചു. എന്താണത്? ആ ഗ്രഹത്തിൽ നിന്നും മറ്റ് ഗാലക്സികളിലേക്കും ഗ്രഹങ്ങളിലേക്കുമൊക്കെ പോകുവാൻ വേണ്ടി അവർ നിർമ്മിച്ചിരുന്ന ഒരു ബോംബ് ഹോള് നശിപ്പിക്കപ്പെട്ടു. അതോടെ ആ ഗ്രഹത്തിലെ പലരും ഈ ഭൂമിയിൽ കുടുങ്ങിപ്പോയി. അപ്പോ അവരിൽ പലരും ഇപ്പോഴും ഭൂമിയിലുണ്ടല്ലേ? അതെ. യുദ്ധരംഗത്തു നിന്നും രക്ഷപ്പെട്ട പലരും മനുഷ്യരൂപത്തിൽ ഇപ്പോഴും ഈ ഭൂമിയിൽ വസിക്കുന്നുണ്ട്.
അവരിൽ പലരെയും അമാനുഷികരായ 3 പേരും ചേർന്ന് വധിച്ചെങ്കിലും ബാക്കിയുള്ളവർ ഇപ്പോഴും തിരിച്ചു പോകാനുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ആ നാഗമാണിക്യം കൂടിയേ തീരൂ. ആ നാഗമാണിക്യം കിട്ടിയിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യാനാണ്? നശിപ്പിക്കപ്പെട്ട വോം ഹോൾ പുനർനിർമ്മിക്കുവാനായിട്ട് ആ നാഗമാണിക്യം ആവശ്യമാണ്. അപ്പോ ആ ബോംബ് ഹോൾ ആദ്യം നിർമ്മിച്ചത് എങ്ങനെയായിരുന്നു? എക്സോ പ്ലാനറ്റ് എന്ന് പറയുന്ന ആ ഗ്രഹത്തില് വിലമതിക്കാനാവാത്ത പലതരം രത്നങ്ങളുടെ കലവറകൾ തന്നെയുണ്ട്. അതിലേറ്റവും അമൂല്യവും ശക്തമുള്ളതുമായ ഒരു രത്നം ഉപയോഗിച്ചാണ് അന്ന് ആ ബോംബ് ഹോൾ നിർമ്മിച്ചിരുന്നത്. അത്തരത്തിലൊന്ന് ആ ഗ്രഹത്തിലും ഇനി അവശേഷിക്കുന്നില്ല. അതിന് പകരമാണ് ഈ നാഗമാണിക്യം ആവശ്യമുള്ളത്. അങ്ങനെയാണെങ്കിൽ നേരിട്ട് ആ ചെറുക്കനെ കൊന്ന് ആ ജീവികൾക്ക് തന്നെ അതങ്ങ് എടുത്തൂടെ? സാധ്യമല്ല. കാരണം ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് മാത്രമേ ആ രത്നം ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതും നാഗവംശത്തിൽ ജനിച്ച ആ പയ്യന് മാത്രം. അവൻ സ്വമനസാലെ മറ്റൊരു മനുഷ്യന് ആ രത്നം ദാനം ചെയ്താൽ അയാൾക്കും അത് ഉപയോഗിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അവനെ വധിക്കുന്ന മറ്റൊരു മനുഷ്യന്. പക്ഷെ ആ ഗ്രഹത്തിലെ ജീവികൾക്ക് അത് നേരിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല. അന്ന് യുദ്ധത്തിനിടയിലെ ആ ബോംബ് ഹോൾ നശിപ്പിക്കുന്നതിന് തൊട്ടു മുന്നേ അവർ എൽഫ്സിന്റെ രാജ്ഞിയായ എൽവേരയെ തടവിലാക്കി അവരുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. ബോംബ് ഹോൾ നശിപ്പിക്കപ്പെട്ടതോടെ ആ 3 അമാനുഷിക ശക്തികൾക്കും ആ രാജ്ഞിയെ അവിടെ നിന്നും രക്ഷിക്കുവാനുള്ള വഴി അടയുകയും ചെയ്തു. അതുകൊണ്ട് അവരും ആ രത്നത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഗുരുജി പറഞ്ഞ ആ 3 അമാനുഷിക ശക്തികൾ ആരൊക്കെയാണ്? പണ്ട് കാലത്തെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന മാനവേദരുദ്രൻ എന്ന് പറയുന്ന ഒരു സേനാനായകന്റെയും അവന്റെ പത്നിയായിരുന്ന കുമാരി രത്നപ്രഭയുടെയും പുനർജന്മങ്ങളും പിന്നെ യുദ്ധദേവതയായ കാളിയുടെ ശക്തി ആർജിച്ച ഒരു പെൺകുട്ടിയുമാണ് ആ 3 പേർ. പക്ഷേ നാഗമാണിക്യം കൈക്കലാക്കിയാൽ അമാനുഷിക ശക്തിയായി മാറുന്ന ആ പയ്യനെ വധിക്കുവാൻ ആ 2 പേർക്ക് സാധിക്കുമോ? നമ്മൾ അയച്ചിരിക്കുന്ന 2 പേരും സാധാരണ മനുഷ്യരല്ല. നമ്മുടെ ആയോധന മുറകൾ അഭ്യസിക്കുക മാത്രമല്ല അവർ ചെയ്തിട്ടുള്ളത്. എക്സോ പ്ലാനറ്റിലെ ജീവികൾ നൽകിയ ചില മരുന്നുകളും അവരുടെ ശരീരത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിമാനുഷ ശക്തിയുള്ള അവർക്ക് ആ പയ്യനെ എതിർക്കുവാൻ സാധിക്കും. മാത്രമല്ല അവനെ വധിക്കുവാൻ വേണ്ടി മാത്രം നിർമ്മിച്ചിരിക്കുന്ന അസ്ത്രങ്ങളും അവരുടെ കയ്യിലുണ്ട്. ഇതൊക്കെ അവിടത്തേക്ക് എങ്ങനെ അറിയാം ഗുരുജി? അത് കേട്ട ഗുരുജി തന്റെ താടിയിൽ തടവിക്കൊണ്ട് ഉറക്കെ ചിരിച്ചു. കാരണം സ്വന്തം ഗ്രഹത്തിലേക്ക് തിരികെ പോകുവാൻ കാത്തിരിക്കുന്ന ഒരുവനാണ് ഞാനും. പ്രായം കുറഞ്ഞ ആ പുരോഹിതൻ നോക്കി നിൽക്കെ ഗുരുജിയുടെ രൂപം മാറി. പ്രത്യേക ആകൃതിയുള്ള തലയും നീണ്ട ചെവികളും കൈകളിലും കാലുകളിലും നീണ്ടുകൂർത്ത 3 വിരലുകളോടും കൂടിയ അന്യഗ്രഹ ജീവിയായി ആ ഗുരുജി മാറി. ഒരു ഞെട്ടലോടെ ആ പുരോഹിതൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പുറകോട്ടു മാറി. അടുത്ത നിമിഷം ഗുരുജി തിരികെ പഴയതുപോലെ മനുഷ്യരൂപത്തിലേക്ക് മാറി. സൈഷി, നീ ഇതാരോടും പറയാതിരിക്കുക. എല്ലാം വിജയകരമായി തീരുകയാണെങ്കിൽ ഞങ്ങളുടെ ഗ്രഹത്തിലെ അമൂല്യ രത്നങ്ങൾ നിനക്ക് സമ്മാനമായി ലഭിക്കുന്നതാണ്. അഥവാ നീ ഇതാരോടെങ്കിലും പറഞ്ഞാൽ... ഒരു താക്കീത് പോലെ പറഞ്ഞു നിർത്തിയിട്ട് ഗുരുജി തിരികെ അമ്പലത്തിനകത്തേക്ക് നടന്നു. തുടരും. ലവ് ഇൻ ഗോവ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പുമൊക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക് യു.